നമസ്കാരം. മലയാളം ടോക്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ സീരീസിൽപ്പെട്ട പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, സന്ധി എന്നീ ഭാഗത്ത് നിന്ന് 2025 കേരള PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന പര്യായപദത്തിന്റെ PYQ എക്സ്പ്ലനേഷനും PYQ സെറ്റും 2025 വന്ന ചോദ്യങ്ങളൊക്കെയും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതിന്റെ സന്തോഷം ഒരുപാട് കുട്ടികൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലെ 2025 കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ 2025 PSC ചോദിച്ച പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത് എന്നീ ഭാഗത്തൊന്നും PSC ചോദിച്ച പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത് കൂടെ സന്ധിയും കൂടെ ഉണ്ട്. അപ്പൊ ഈ ഭാഗത്തുനിന്ന് 2025 ചോദിച്ച കംപ്ലീറ്റ് ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് 2025 ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചതൊക്കെയും തന്നെ നമ്മുടെ ക്ലാസ്സുകൾക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അത് മാത്രവുമല്ല, എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന വളരെ ലളിതമായുള്ള ചോദ്യങ്ങളായിരുന്നു എന്നത് വളരെ സന്തോഷമാണ്. അപ്പൊ ഇതിന്റെ ഈ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സിന്റെ നോട്ട് PPT ആയിട്ട് എന്താണോ ഞാൻ ഇവിടെ കുറിക്കുന്നത് അതിന്റെ PPT നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ നോട്ട് വേണ്ടവർ ടെലിഗ്രാം ചാനൽ ഒന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ. അപ്പോൾ ഇനി മറ്റ് മുഖവരകളൊന്നും തന്നെ ഇല്ല. ഈ ഭാഗത്തേക്ക് നമ്മൾ ക്ലാസ്സിലേക്ക് നമ്മൾ മെല്ലെ പോവുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഓരോ വീഡിയോയും ഓരോ സ്ലൈഡും ഓരോ ചോദ്യങ്ങളും ഞാൻ പറയുന്ന സമയത്ത് തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഞാനൊന്ന് ചോദ്യം പറഞ്ഞ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 സെക്കൻഡ് ഞാനൊന്ന് ഹോൾഡ് ചെയ്യും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ അതിന്റെ ശരിയായ ഉത്തരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെക്കുക. ഞാൻ പറയുന്നതും നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരം ശരി തന്നെയാണോ നോക്കുക. നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഏതൊക്കെയാണ് തെറ്റിപ്പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് തെറ്റുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഗ്രാം ചാനലായിരുന്നാൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, മറ്റു ടെൻഷൻസ് ഒന്നും വേണം. സോ നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ സ്ക്രീനിൽ തന്നിരിക്കുന്നത് തന്നെയാണ്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: പൊൻ അധികം അല്ലെ പൊൽത്തിടമ്പ് എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതും എന്നുള്ളതാണ്. പൊൽത്തിടമ്പ് എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതും? ഈ ചോദ്യം വന്നിരിക്കുന്നത് 176/2025. ചോദ്യം ശ്രദ്ധിച്ചേ. പൊൽത്തിടമ്പ എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതും? നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്. അതിനു മുമ്പ് ഈ ചോദ്യം വന്നത് ഡിസംബർ 31-നാണ്. ഡിസംബർ 31-നാണ് ഈ എക്സാം നടക്കുന്നത്. അത് കേരള PSC 2025 നടത്തിയ ഏറ്റവും ഒടുവിലത്തെ എക്സാം. 2025 കേരള PSC നടത്തിയ ഏറ്റവും ഒടുവിലത്തെ എക്സാം. ഞാനൊരു കുഞ്ഞു സന്തോഷം പറയട്ടെ. നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിങ്ങനെയാണ്: മുൻ, പിൻ, പൊൻ, തൻ എന്നീ വാക്കുകൾ സന്ധി ചെയ്യുന്ന സമയത്ത്, ഒന്നുകൂടെ, മുൻ, പിൻ, പൊൻ, തൻ എന്നീ വാക്കുകൾ സന്ധി ചെയ്യുന്ന സമയത്ത് മുന്ന് മുല്ലാകുന്നു, പിന്ന് പില്ലാകുന്നു, പൊന്ന് പൊല്ലാകുന്നു, തന്ന് തല്ലാകുന്നു എന്നുള്ളത്. അതായത് മുൻ എന്ന പദം സന്ധി ചെയ്യുന്ന സമയത്ത് മുല്ലായി മാറും, പിൻ എന്ന പദം സന്ധി ചെയ്യുമ്പോൾ പില്ലായി മാറുന്നു, പൊൻ എന്ന പദം സന്ധി ചെയ്യുമ്പോൾ പൊല്ലായി മാറുന്നു, തൻ എന്ന പദം സന്ധി ചെയ്യുമ്പോൾ തല്ലായി മാറുന്നു. ഓർക്കുന്നുണ്ടാകും നിങ്ങൾ അല്ലെ? ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഇപ്പോഴും അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഡേറ്റിനെ നോക്കാം. അതായത് ഈ എക്സാം ഒക്കെ വരുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ചോദ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ പറയാം, ദാ എന്റെ ആ ചോദ്യം, ആ സെയിം സംഭവം, ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞ സെയിം വാക്ക്, ഞാൻ പറഞ്ഞ സെയിം ചോദ്യം അല്ലെ, ആ സെയിം ചോദ്യമാണ് 177/2025 കേരള PSC ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പൊൽത്തിടമ്പെന്നല്ലേ, അതായത് പൊല്ലെന്ന് പറയുന്ന പദം ഇതല്ലേ, അത് എന്തിനു പകരം വന്നതാ? പൊന്നിന് പകരം. അതായത് പൊൻ എന്ന പദമാണ് എന്തായി മാറുന്നത്? പൊല്ലായി മാറുന്നത്. പൊൻ എന്ന പദം എന്തായി മാറുന്നു? പൊല്ലായി മാറിയിരിക്കുന്നു. ഒന്നുകൂടെ, പൊൻ എന്ന പദം സന്ധി ചെയ്തപ്പോൾ എന്തായി മാറി? പൊൽ ആയി മാറി. എന്താണ് അപ്പോഴത്? ആ പൊല്ല് തിരിച്ചു വെക്കുമ്പോ തിരിച്ചു പോകുമ്പോ എന്ത് ചെയ്യണം? അത് പൊന്നാക്കി മാറ്റുക നമ്മള്. അപ്പൊ ഇവിടെ പൊൻ അധികം തിടമ്പ് എന്നുള്ള പദം എവിടെ വരുന്നു നോക്കിയേ. പൊന്നധികം തിടമ്പ്. പൊന്നധികം ഇത്തിടമ്പുണ്ട് കണ്ടോ, 2 ഓപ്ഷൻസ് കിടപ്പുണ്ട്. പൊന്നധികം തിടമ്പും പൊന്നധികം ഇത്തിടമ്പും. പൊന്നധികം ഇത്തി അല്ലെ, ഇരട്ടിച്ച താ വരില്ല. അപ്പൊ ഇത് തന്നെയാണ് ശരി, പൊന്നധികം തിടമ്പ്. അപ്പൊ മക്കളെ, ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ, കറക്റ്റ് നമ്മൾ പറഞ്ഞ സെയിം ചോദ്യം വന്നിട്ടുണ്ട്. സോ പഠിച്ചു വെച്ചോണം. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 2025 ഒടുവിലത്തെ ചോദ്യം പേപ്പറിലെ ആ ചോദ്യവും നമ്മുടെ ചോദ്യമാണ്.
അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ഈ പറയുമ്പോൾ എപ്പോഴും ചോദിക്കാറില്ല, സാറ് പറയുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് ഇത്രമേൽ ആവർത്തിക്കുന്നത്, എത്രയാണ് ഇങ്ങനെ പ്രീവിയസ് ആയി വരുന്നത്? അതിനൊരു റീസൺ ഉണ്ട്. ഞാൻ കൂടുതലും പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്താ. ഇത് മുൻപും BSc ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മുൻ അധികം കാലം അല്ലെങ്കിൽ മുൻ അധികം പാട് കൊടുക്കാം നമുക്ക്. മുൻ അധികം പാട്, മുൻ അധികം പാട്, അതായത് തിരുമുൻ അധികം പാട് എന്ന പദമാണ് അത്. തിരുമുൻ അധികം പാട്. നമുക്ക് ആ ചോദ്യം ഒന്ന് എഴുതാം. ഇത് നോക്കിയേ, തിരു മുൻ അധികം പാട്, തിരുമുൻ അധികം പാട്. ഇവിടെ മുന്ന് സന്ധിക്ക് മുമ്പ് വരുന്നത് മുന്നാണെങ്കിൽ മുന്ന് സന്ധി ചെയ്യുമ്പോൾ എന്തായി മാറും? മുല്ലായി മാറും അല്ലെ? മുൽ. അപ്പോ തിരു മുൽ പാട് എന്നായി മാറും. തിരുമുൽപ്പാട്. ഓക്കെ അല്ലെ? തിരുമുൽപ്പാട്. ഇനി പിൻ അധികം കാലം, പിൻ അധികം കാലം. നമുക്കറിയാം, ഞാൻ പറഞ്ഞു മുന്ന് മുല്ലാകുന്നു, പിന്ന് പില്ലാകുന്നു, പൊന്ന് പൊല്ലാകുന്നു, തൻ തല്ലാകുന്നു അല്ലെ? തല്ലെന്നല്ല, തൻ. ഓക്കെ. അപ്പൊ ഇത് കാണാതെ പഠിച്ചു വെച്ചോണം. അപ്പൊ പിന്നധികം കാലം സന്ധി ചെയ്യുമ്പോൾ എന്തായി? പിന്ന് പില്ലായി, പിൽക്കാലം പിൽക്കാലം. സെറ്റല്ലേ? സെറ്റല്ലേ? ഇത് അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഈ ചോദ്യം എവിടെ നിന്നായിരുന്നു വന്നത്? ഇത് വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട്, അതായത് സഹ്യന്റെ മകൻ. അതിനകത്ത് പുൽത്തിടം വേന ദേവൻ പെരുമാറുമൊപ്പരും മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ. അതിനകത്തുനിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യമാണ്. അപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു മക്കളെ. നമ്മുടെ ക്ലാസ്സിനകത്ത് പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പരീക്ഷ പേപ്പറിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഈ ചോദ്യം സെറ്റ് അല്ലേ? ഞാൻ ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യില്ല, എങ്കിലും നമുക്ക് ചിലതൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. ഇത് നമ്മൾ പറഞ്ഞിരുന്ന സെയിം ചോദ്യമാണ്. അത് വളരെ സന്തോഷം. ഉറപ്പായും ഈ വർഷവും ഇതേ സെറ്റിനകത്തുനിന്ന് ചോദ്യം ചോദിക്കും. ഓക്കെ അല്ല? മുന്നോട്ട് പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. ഇവിടെ ഇത് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ സന്ധിയും പിരിച്ചെഴുത്തും ചെറുത്തെഴുത്തും ഒക്കെ അല്ലെ? ഇവിടെ നിന്ന് നോക്കിയേ, ആഗമ സന്ധിക്ക് ഉദാഹരണങ്ങളായ പദങ്ങൾ ഏതൊക്കെയെന്നാണ്. ഈ ചോദ്യവും സെയിം ചോദ്യ പേപ്പറിലാണ് 176/2025. ഞാൻ ഈ ചോദ്യ പേപ്പറുകൾ കൂടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ചോദ്യ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. മറ്റു ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. അതിലൂടെ വേണ്ടിയിട്ടാണ് ഈ ചോദ്യ പേപ്പറുകളുടെ ക്വസ്റ്റ്യൻ കോഡ് കൂടെ ഞാൻ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് ഞാൻ റെഗുലർ ആയിട്ട് അതിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. അപ്പൊ ചില ദിവസങ്ങളിൽ എനിക്ക് അതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. കാരണം അത് തിരക്കുകൊണ്ടാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. എങ്കിലും അതിന്റെ അകത്ത് അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയേ മക്കളെ, ഇവിടെ ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളായ പദങ്ങൾ ഏതൊക്കെയെന്നാ. ഞാനിവിടെ ഒരു കുഞ്ഞു കാര്യം മുമ്പ് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പലപ്പോഴും എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ നമുക്ക് സന്ധി പഠിക്കാൻ ഇല്ലല്ലോ, പക്ഷെ പിന്നെ എന്തിനാണ് സന്ധി ഇങ്ങനെ PSc ചോദിക്കുന്നത്? മക്കളെ, സന്ധി പഠിക്കാനില്ല എന്ന് ഒരിടവും പറഞ്ഞിട്ടില്ല. PSc വ്യക്തമായി പറയുന്നുണ്ട്, പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് അതുപോലെ അതിൽ തന്നിട്ടുള്ള വൊക്കാബുലറികളെല്ലാം തന്നെ വ്യാകരണ ഭാഗങ്ങൾ നമുക്ക് ചോദ്യ വിഭാഗമാണ്, ചോദ്യ വിഷയമാണ് എന്നുള്ളത്. ശരി, എന്തായാലും ഇവിടെ ചോദ്യം ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ഇപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ആദ്യം വന്നത് ഓടിയെത്തിയ എന്ന പദമാണ്. നമുക്ക് അതിനൊന്ന് പിരിച്ചു നോക്കാം. ഓടിയെത്തിയ എന്ന പദം ഓടി അധികം എത്തിയ, ഓടി അധികം എത്തിയ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്, ഓടിയെത്തിയ ഇതല്ലേ വാക്ക്, ഇതല്ലേ വാക്ക്. സന്ധി ചെയ്യുന്ന സമയത്ത് വാ യാ ന എന്നീ ശബ്ദങ്ങളാണ് ഉള്ളതെങ്കിൽ അതിൽ എന്ത് ചെയ്യണം? അതിൽ ഏത് ശബ്ദമാണോ ഉണ്ടെന്ന് നോക്കുക, അതിനെ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു പ്ലസ് കൊടുക്കാം. ഇനി യായോ വായോ നായോ അതിനോടൊപ്പമുള്ള ചിഹ്നം ഏതെന്ന് നോക്കുക. ചിഹ്നം ഏതാണ്? ഇവിടെ എ ആണ്. അത് സ്വരമാക്കി തന്നെ കൊടുക്കുക. ഓടിയധികം എത്തിയ, ഓടിയധികം എത്തിയ, ഇതാണ് വാക്ക് അല്ലെ? ഓടിയധികം എത്തിയ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സന്ധി എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ സംശയമുള്ളവർക്ക് ആ വീഡിയോ നോക്കാം അല്ലെ? നോക്കിയേ, ഓടിയധികം എത്തിയ, ഓടിയെത്തിയ. സെറ്റ് അല്ലേ മക്കളെ? അത് അപ്പൊ എന്താണ്? അവിടെ യാ വന്നു ചേരുന്നതാണ്, അത് ആഗമമാണ്, ആഗമസന്ധി. അപ്പൊ അത് കറക്റ്റ് ആണ്. ഒന്ന് കറക്റ്റ്. പുറത്തിറക്കി, പുറത്തിറക്കി, നമുക്ക് അത് പിരിച്ചു നോക്കാം. പുറത്തിറക്കി, പുറത്തിറക്കി ഇതല്ലേ വാക്ക്? പുറത്തിറക്കി. അത് പിരിച്ചെഴുതുന്ന സമയത്ത് പുറത്ത് അധികം ഇറക്കി, പുറത്ത് അധികം ഇറക്കി, പുറത്ത് അധികം ഇറക്കി. അത് എന്തല്ല, പുറത്ത് അധികം ഇറക്കി എന്ന് പറയുന്നത് ലോപസന്ധിയാണ്. സോ അത് വരില്ല, തെറ്റ്, അത് തെറ്റ്. ഇനി ചിരിയടക്കാൻ, നമുക്ക് നോക്കാം. ചിരിയടക്കാൻ, ചിരിയടക്കാൻ, ചിരി അടക്കാൻ. യാ വന്നിട്ടുണ്ട്, യാ ക്യാൻസൽ ചെയ്തു, പ്ലസ് ഇട്ടു. യാ എന്ന് പറയുന്ന സമയത്ത് അവിടെ കേൾക്കുന്ന ശബ്ദം ഏതാ? ആ അല്ലടാ, ആ. അപ്പോ ആ പ്ലസിന് ശേഷം കൊടുത്തു. ചിരി അധികം അടക്കാൻ, ചിരി അടക്കാൻ, ചിരി അധികം അടക്കാൻ, ചിരി അടക്കാൻ. യായാണ്, അത് വന്നു ചേരുന്നതാണ് ആഗമസന്ധി. ഇനി കണ്ണീർ എന്ന പദം നോക്കാം. കണ്ണീർ, കണ്ണീർ,
കണ്ണീർ എന്ന പദം. കണ്ണീർ. കണ്ണീരില് 2 നായാണ് അല്ലെ, അതിൽ ഒരു നാ ക്യാൻസൽ ചെയ്യുക, പ്ലസ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ നായാക്കണം. നാ ഈ ചേർത്ത് അല്ലെ, കൺ അധികം നീർ. കൺ അധികം നീർ. കൺ അധികം നീറാണ് എന്ത് വരുന്നത്, കണ്ണീർ. അപ്പൊ അതുമല്ല അല്ലെ, അത് ആദേശസന്ധിയാണ്. കണ്ണധികം നീർ, കണ്ണീർ. കണ്ണധികം നീർ, കണ്ണീർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആദേശസന്ധി പദമാണ്. ആഗമസന്ധിയായി വരുന്ന ഏതൊക്കെയാണ്, ഓടിയെത്തിയും അതുപോലെ തന്നെ ചിരി അടക്കാനും. അതായത് 1 3 1,3 1,3 ശരിയുള്ളതാ, ഇതാ കിടപ്പുണ്ട് 1,3. സെറ്റ് അല്ലേ, ഈസി അല്ലടാ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞ നോക്കിയേ, ഈ 176 2025 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാ. അതും പഠിക്കാനും എളുപ്പമാ, ഒരു പ്രയാസങ്ങളും ഇല്ലാത്തൊരു ടോപ്പിക്കാ. ഓക്കെ അല്ലേ, അപ്പോ ഇതും ക്ലിയർ അല്ലേ. അപ്പോ നോക്കിയേ, ഒരു ചോദ്യ പേപ്പറിൽ 2 മാർക്ക് നമുക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്തത് 174/2025 സെയിം 2025 ഡിസംബർ മാസം ചോദിച്ച, അവസാന ആഴ്ചയിൽ ചോദിച്ച മറ്റൊരു ചോദ്യം. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താഴെ ഇറങ്ങി. ഇവിടെയും നമ്മൾ പറഞ്ഞ അതേ കാര്യം. തന്നിരിക്കുന്ന പദത്തിനകത്ത് ഇവിടെ എന്തുണ്ട്, വാ യാ നാ ഉണ്ടെങ്കിൽ അത് നോക്കാനല്ലേ പറഞ്ഞത്. ഇവിടെ കറക്റ്റ് യാ കിടപ്പുണ്ട്, കണ്ടോ, യായാണ് സന്ധിയിൽ വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക്. താഴെ ഇറങ്ങി. താഴെ ഇറങ്ങി. യാ ക്യാൻസൽ ചെയ്യുക, പ്ലസ് എടുക്കുക. യായുടെ ചിഹ്നം ഏതാണ്, ഈ ആണ്. അത് അതേപോലെ അങ്ങ് ഇറങ്ങി. അപ്പൊ അതേപോലെ എഴുതി. അപ്പൊ എങ്ങനെ വരും, താഴെ അധികം ഇറങ്ങി. താഴെ ഇറങ്ങി. താഴെ അധികം ഇറങ്ങി. താഴെ ഇറങ്ങി. കേട്ടോ, അപ്പൊ അത് ഓപ്ഷൻ ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷനില് താണ അധികം ഇറങ്ങിയുണ്ട്, താഴ്ന്ന അധികം ഇറങ്ങിയുണ്ട്, താഴെ അധികം ഇറങ്ങിയുണ്ട്, താഴ്ന്ന അധികം ഇറങ്ങിയുണ്ട് അല്ലെ. ഒരു സംശയം വേണ്ട, അതായത് നമ്മുടെ ഉത്തരം കിടപ്പുണ്ട്. താഴെ അധികം ഇറങ്ങി, ക്ഷമിക്കാം, താഴെ അധികം ഇറങ്ങി. എന്റെ ചോദ്യം ഇതാണ്, ഏത് സന്ധിയായിരുന്നു അത്? ആഗമസന്ധി അല്ലെ. ഒരു കാര്യം പറഞ്ഞു വിട്ടെ, ഈ ചോദ്യം വന്നത് കഴിഞ്ഞ മാസം, അതായത് ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലാ. ഒരു സന്തോഷം പറയട്ടെ മക്കളെ, ഇതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സുകൾക്കകത്ത് തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ വീഡിയോ ആയിരുന്നു. ഓക്കെ, പിരിച്ചെഴുത്ത് ചെറുത്തെഴുത്തിന്റെ അകത്ത്, സന്ധിന്റെ അകത്ത് ആഗമസന്ധി ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? പഠിച്ചവരാണ് നിങ്ങൾ അല്ലെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞാണ് സെയിം ചോദ്യങ്ങൾ. എന്താണോ ഞാൻ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ആ ചോദ്യ പേപ്പറിൽ ഉള്ളത്. ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മറ്റു ചോദ്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അക്കാലം സന്ധി ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അക്കാലം ഏതാണ് സന്ധി എന്നാണ് ചോദ്യം. അക്കാലം. ഇതും 174/2025. കണ്ടോ, ഒരേ ചോദ്യ പേപ്പറിൽ 2 ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ മക്കളെ, 2 മാർക്ക് ഇതിന്റെ അകത്ത് ഈസി ആയിട്ട് കിട്ടൂടാ. ഈ ഒരു ഭാഗം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ചോദ്യങ്ങൾ കിട്ടും. ഞാൻ സന്ധിയുടെ 2 ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2ന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. 2 ഒന്ന് കണ്ടേക്ക് കേട്ടോ. അതിനകത്ത് ആദേശത്തിന്റെയും ലോപത്തിന്റെയും ക്ലാസ്സുകൾ ചെയ്തിട്ടില്ല. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യും. അപ്പൊ എന്തായാലും അത് നമുക്ക് പറയാം. ഓക്കെ, ശരി. ഇവിടെ അക്കാലം എന്ന പദം സന്ധി ചെയ്യുന്നത്, ഞാൻ അത് അക്കാലം ഒന്ന് പിരിച്ചു കാണിച്ചു തരാം. അക്കാലം എങ്ങനെയാണ് പിരിച്ചെഴുതുക നോക്കിയേ. ആ അധികം കാലമാണ് അക്കാലമായി മാറുന്നത്. അക്കാലം. ഇരട്ടിച്ചിരിക്കുന്നത് ഒരു ഖരവർണ്ണമാണെങ്കിൽ, ഖരത്തെ ഒരു ശബ്ദം, അതായത് ഇരട്ടിച്ച ശബ്ദത്തെ ഒന്ന് മാത്രമാക്കി എഴുതിയാൽ മതി. അത്രയുള്ള ജോലി. അപ്പോ ആ അധികം കാലം ഇരട്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്ത് സന്ധിയാണെന്ന് നമുക്കറിയാം, ദ്വിത്വസന്ധി അല്ലെ. ദ്വിത്വസന്ധി. സെറ്റല്ലടാ, സെറ്റല്ലേ. ഒരുപക്ഷെ ആക്കി ദീർഘമുണ്ടായിരുന്നെങ്കിലോ, ആ അധികം കാലം എന്നായിരുന്നെങ്കിലോ, അത് ആ കാലം എന്നായേനെ. ആ കാലം അല്ലെ. അവിടെ ഇരട്ടിപ്പ് വരില്ല, പക്ഷെ അത് ദ്വിത്വസന്ധി തന്നെയാണ്. അതിന്റെ റൂളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിനകത്ത്. നിങ്ങൾ ആ സന്ധിയുടെ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ, 2ാമത്തെ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പൊ എന്റെ ഭാഗത്തേക്ക് കണ്ടോ, ഇതും ഞാൻ പറഞ്ഞ ചോദ്യമാണ്. ഓക്കെ, അപ്പോ സത്യത്തിൽ ഇത് സാറിന് അല്ലെങ്കിൽ എനിക്ക് അത്രയേറെ സന്തോഷമുള്ള കാര്യം കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ, നമ്മുടെ ക്ലാസ്സിനകത്ത് പറഞ്ഞ ചോദ്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ എന്റെ ക്ലാസ്സുകൾ എടുത്തതിന് ശേഷം വന്ന ചോദ്യങ്ങളാ. സെറ്റ് അല്ലേ മക്കളെ? മുന്നോട്ട് പോട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം 173/2025. 173/2025. അതിന് തൊട്ട് മുമ്പത്തെ ചോദ്യമാണ്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 74 തൊട്ട് മുമ്പ്. ഇറങ്ങി അധികം പോയി, ഇറങ്ങിപ്പോയി. ഏത് സന്ധി എന്നാണ് ചോദ്യം. ഇറങ്ങി അധികം പോയി, ഇറങ്ങിപ്പോയി. ഓപ്ഷനിൽ ആഗമസന്ധിയുണ്ട്, ആദേശസന്ധിയുണ്ട്, ദ്വിത്വസന്ധിയുണ്ട്, ലോപസന്ധിയുണ്ട്. കിട്ടുന്നുണ്ടോ? ഉത്തരം കിട്ടുന്നുണ്ടോ? ഉത്തരം കിട്ടി അല്ലെ.
സത്യത്തിൽ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇറങ്ങിയധികം പോയി പ്ലസിന് ശേഷമുള്ള പകാരം, അതായത് ഖരവർണം ഇരട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ഇരട്ടിച്ചു അല്ലെ? ദേ നോക്കിയേ, ഇവിടെയും ദിക്തസന്ധി, ഇവിടെയും ദിക്തസന്ധി, അടുത്തടുത്തുള്ള ചോദ്യപേപ്പറുകൾ. അപ്പൊ സന്ധി വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ തന്നെയുണ്ട്. സന്ധി വേണം അല്ലെ? അതും ഏറ്റവും മനോഹരമായി തന്നെ പി എസ് സി ചോദിക്കുന്നു. ഏറ്റവും മനോഹരമായി തന്നെ പി എസ് സി ചോദിക്കുന്നു. സിമ്പിൾ അല്ലടാ, അടിപൊളിയായില്ലേ ചോദ്യം? ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. കണ്ടു എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ? സെയിം നോക്കിയേ, അവിടെയും ആ ചോദ്യപേപ്പറിൽ 2 ചോദ്യമുണ്ട്. ആ ചോദ്യപേപ്പറിലും എത്ര ചോദ്യമുണ്ട്? 2 ചോദ്യങ്ങൾ അല്ലെ? അപ്പൊ നമുക്ക് ആ വാക്കൊന്ന് എടുക്കാം. കണ്ടു എന്ന പദം. നിങ്ങൾ ഒരു ഉത്തരത്തിൽ എത്തിയെന്ന് എനിക്കറിയാം. ഉത്തരത്തിൽ എത്തിക്കാണും അല്ലെ? എത്തിയോ? എത്താത്തവര് പെട്ടെന്ന് എത്തിയെ നോക്കട്ടെ. ഓക്കെ, ശരി, എത്തി. ഇനി ഈ പറയുന്ന ഒരു കുഞ്ഞു ട്രിക്കാണ്, ഒരു കുഞ്ഞു ഉടായിപ്പാണ്. ഞാൻ എപ്പോഴും ഇത്തരത്തിലുള്ള ഉടായിപ്പുകൾ, കുഞ്ഞു ട്രിക്കുകൾ ഞാൻ പറയാറുണ്ട്. ഇത് തന്നെ ഓർത്ത് വെച്ചിരിക്കാം. സന്ധി ചെയ്യുന്ന സമയത്ത് വന്നിരിക്കുന്ന പദം ഇണ്ടയാണ് എങ്കിൽ, ഇണ്ട, ഇണ്ട, ഇണ്ട. ഓക്കെ, ഒന്നുകൂടെ, സന്ധി ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന പദം എന്താണ്? ഇണ്ടയാണ് എന്ന് കരുതട്ടെ. ഇണ്ടായി, ഇണ്ട. അങ്ങനെയാണെങ്കിൽ ഇത് വരുന്നത് 2 വഴിക്കാം അല്ലെ? ഇന്നധികം ഡ, ഒന്നുകിൽ അത് ഇൻ അധികം ഡായായിട്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഇൻ അധികം തായായിട്ട്. ഇന്നധികം ത, അതായത് ഇതിലെ താ ശബ്ദം മാറി അവിടെ ഡാ വരും. താ ശബ്ദം മാറി അവിടെ ഡാ വരും. പൊതുവെ എപ്പോഴും ഇണ്ട വരുമ്പോൾ സംഭവിക്കുന്ന റൂൾ ഇത് തന്നെയാണ്. ഓക്കെ, സംഭവിക്കുന്ന റൂള് ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന പദത്തിനകത്ത്, ഒന്നുകൂടെ, തന്നിരിക്കുന്ന പദത്തിനകത്ത് ഇണ്ട എന്നുള്ള ശബ്ദം എടുക്കുന്നു. ആ പദം വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്തിട്ട് ഇൻ അധികം എന്ന് എടുക്കണം. ഒരു പക്ഷേ ഇൻ ടു എന്നാണ് വന്നതെങ്കിൽ ഇന്നധികം ടു എന്നെടുക്കണം. ഇനി ഇൻഡി എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇന്നധികം തീ എടുക്കണം. ഇൻഡേ എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ ന് അധികം തേ എടുക്കണം. ഇന്ന് എന്ന് എടുക്കാം കേട്ടോ. നമുക്കറിയാം എന്ന് പറയുന്നത് തന്നെയാണ് ഇന്ന് അല്ലെ? അപ്പൊ ഇന്നധികം തേ, തേ എന്നെടുക്കാം. ഓക്കെ അല്ലെ? ഉണ്ടോ എന്നാണ് പദമെങ്കിൽ ഇന്നധികം തോ എന്നെടുക്കുക. തോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ശബ്ദം നോക്കിയേ, ഇവിടെ ഇണ്ടു അല്ലേ? കണ്ടു, കണ്ടു അല്ലെ? കണ്ടു, ഇണ്ടു എന്നാ പദം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇന്നധികം തൂ എന്നെടുത്താ മതി. ഇന്നധികം തൂ എന്ന് പറയുമ്പോ ശബ്ദം ഏതാ? ദേടപ്പുണ്ട് ഉത്തരം. കണ്ണധികം തൂ. കണ്ടോ? കണ്ണധികം തൂ, കണ്ടു. കണ്ണധികം തൂ ഫസ്റ്റ് ഓപ്ഷനാ. കണ്ണധികം ഡൂ ഒക്കെ ഉണ്ട്. ഡൂ അല്ല, തൂ ആണ്. എങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉണ്ടു എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാ? ഉണ്ടു, ഉണ്ടു. അവിടെയും ഇന്നധികം തൂ ആണ്. സോ ഉന്നധികം തൂ, ഉൺ അധികം തൂ ഉണ്ടു, കണ്ണധികം തൂ കണ്ടു. സെറ്റ് ചോദ്യമല്ലേ? ഉറപ്പിച്ചു വെച്ചോ. 26-ലും ഈ ചോദ്യം ചോദിക്കും, 24-ലും ഈ ചോദ്യം ചോദിക്കും. ഇത് ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സെറ്റാണേ, അടിപൊളിയല്ലേ? അടുത്തതിലേക്ക്. അടുത്ത ചോദ്യം, പൂവമ്പ 172/25. അയ്യോ, ഇതും നമ്മൾ പറഞ്ഞല്ലേടാ, ഇതും ഞാൻ എന്റെ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. പൂവമ്പ, പൂവമ്പ വാക്കൊന്ന് എഴുതാം. പൂവമ്പ, ഇതല്ലേ വാക്ക്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വാ യാ ന, ഇവിടെ ഏതുണ്ട്? വായുണ്ട്. സോ ക്യാൻസൽ ചെയ്യുക. വാ എന്ന് പറയുന്ന പദം അവസാനിക്കുന്ന ആയിലല്ലേ? വ ആ ആ, പൂ വ വ ആ. ഓക്കെ, ഇപ്പൊ പ്ലസ് ശേഷം ആ അതേപോലെ വെച്ചു. ഇതാ നോക്കിയേ, പൂ അധികം അമ്പ്, പൂ അധികം അമ്പ്. ഓപ്ഷൻ ഏതാ നോക്കാം. പൂവ് അധികം അമ്പ് കിടപ്പുണ്ട്, അല്ല. പൂ അധികം അമ്പ് കിടപ്പുണ്ട്. പൂവും അധികം അമ്പ്, പൂ അധികം അമ്പ് ഒന്നുമല്ല അല്ലെ? നമ്മുടെ ഉത്തരം വന്നു ബി ആണ്, പൂ അധികം അമ്പ്. ഇതും നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. ഇതും നമ്മൾ പറഞ്ഞ ചോദ്യം. സെറ്റ് അല്ലേ മക്കളെ? അടുത്ത ചോദ്യം 149/25-ലാണ്. ചോദ്യം ഇങ്ങനെയാണ്, ജഗന്നാഥൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും? അതാണ് ചോദ്യം. മക്കളെ ശ്രദ്ധിച്ചേ, ഈ വാക്കും ഒന്ന് നോക്കി വെക്കുക. ജഗന്നാഥൻ എന്ന പദം ഇതെങ്ങനെയാണ് പിരിച്ചെഴുതുന്നതെന്ന് നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ തന്നിരിക്കുന്ന ശബ്ദത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ന എന്ന ശബ്ദത്തെയാണ്. ഇത് ഞാൻ പലപ്പോഴും എന്റെ ക്ലാസ്സുകൾക്കകത്ത്, ഓൺലൈൻ ക്ലാസ്സുകളിലും ഓഫ്ലൈൻ ക്ലാസ്സുകളിലും ഒക്കെ തന്നെ പറയുന്ന ഒരു കുഞ്ഞു ചോദ്യമാണ്. നോക്കാം, തന്നിരിക്കുന്ന പദത്തിൽ നായാണ് പിരിക്കാനുള്ളത് എന്ന് കരുതുക. നായാണ് പിരിക്കാനുള്ളത്. ന 2 രീതിയിൽ നമുക്ക് പിരിച്ചെഴുതാനായിട്ട് പറ്റും. ന ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകിൽ നമുക്ക് ത് പ്ലസ് ആ എന്ന് എഴുതാം, അല്ലെങ്കിൽ ല് പ്ലസ് ആ എന്ന് എഴുതാം. പൊതുവെ ന വരുന്ന 2 വഴികൾ ഇതാണ്. ഒന്നുകിൽ ത് അധികം ആ, അല്ലെങ്കിൽ ല് അധികം ന, ല് അധികം ആ. ഇതാണ് 2 വഴികൾ. ഓക്കെ, ഇത് രണ്ടിലും വരുന്ന ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ ന വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ത് അധികം ആയെന്ന് മാറും, അല്ലെങ്കിൽ ല് അധികം ആയെന്ന് മാറും. ഇവിടെ നമുക്ക് എന്താണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം ആ വാക്കൊന്ന് എഴുതാം. ജഗന്നാഥൻ, ഇതല്ലേ വാക്ക്? ജഗന്നാഥൻ. ഇവിടെ സത്യത്തിൽ ഈ ഇരട്ടിച്ച ന, ഇന്ന എന്ന് പറയുന്നത് ന് അധികം നായാണ്. ന് അധികം ന, ഒരു ന് മറ്റൊരു നായും ചേർന്നാണ് ഇന്ന എന്ന് പറയുന്ന ശബ്ദം അല്ലെ? ന എന്ന ശബ്ദം.
അപ്പൊ എന്ത് ചെയ്തു നമ്മള് അതിനകത്ത് ഒരു നെ ക്യാൻസൽ ചെയ്തു. അധികമായല്ലേ, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം? കൊടുക്കണം. വേറെ ശബ്ദമൊന്നും വരാത്തോണ്ട് ഞ എന്നായിരുന്നെങ്കിൽ എന്ത് കൊടുക്കണം? ഞ എന്നായിരുന്നെങ്കിൽ അധികം ആ എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി നു എന്നായിരുന്നെങ്കിൽ അധികം ഉ എന്ന് കൊടുക്കണം. നെ എന്നായിരുന്നെങ്കിൽ അധികം എ എന്ന് കൊടുക്കണം. ഇവിടെ നമുക്ക് അതൊന്നും വേണ്ടല്ലോ, കാരണം ന് മാത്രമല്ലേ. ന് മാത്രം വന്നു കഴിഞ്ഞാൽ എന്ത് കൊടുത്താൽ മതി? അധികം മാത്രം മതി. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ന് ക്യാൻസൽ ചെയ്തു, പിന്നെ അധികം കൊടുത്തു. മിച്ചമുള്ളത് ജഗത്ത് അധികം നാഥൻ. കണ്ടോ? ജഗത്ത് അധികം നാഥൻ. സംഭവം സെറ്റ് അല്ലേ? സംഭവം വർക്കൗട്ട് ആവില്ലേ? വെച്ചല്ലേ? നോക്കിയേ, അങ്ങനെയുള്ള ഏത് ചോദ്യം ഉണ്ടോ നോക്കാം, ഏത് ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ജഗൻ അധികം നാഥൻ, ജഗത് അധികം നാഥൻ. ബാക്കി ഒന്നും നോക്കണ്ട, എങ്കിലും ബാക്കി ഓപ്ഷൻസ് നിങ്ങൾ ഒന്ന് കണ്ടുവെക്കുക. ഇതാണ് നമ്മുടെ ഉത്തരം. സെറ്റ് അല്ലേ? ഞാൻ വെറുതെ ചോദ്യം ഉത്തരം മാത്രമല്ല പറഞ്ഞു പോകുന്നത്, എങ്ങനെ വരുന്നു എന്നുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അപ്പൊ നിങ്ങൾക്ക് കണക്ട് ആവും. ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ മറ്റു ചോദ്യങ്ങളുണ്ട്, അവിടെ നമുക്കത് പറയാം. ഇനി അടുത്ത ചോദ്യത്തിൽ, അടുത്തത് 149/25 വന്ന ചോദ്യമാണ്. നൃപ അധികം ഇന്ദ്രൻ എന്താകും എന്നുള്ളത്. നൃപ അധികം ഇന്ദ്രൻ. ഇവിടെ പ്ലസിന് മുമ്പുള്ള ആയും പ്ലസിന് ശേഷം വന്ന ഈയും കൂടെ ചേർന്ന് എ എന്ന ശബ്ദത്തിലോട്ട് പോയി നൃപേന്ദ്രൻ എന്നായി മാറി. ഇത് 149/25 ചോദിച്ച ചോദ്യം. നല്ല ചോദ്യം അല്ലേ? നൃപ അധികം ഇന്ദ്രൻ എന്താണ്? നൃപേന്ദ്രൻ. അപ്പൊ ഇതിനുള്ള ഒരു കുഞ്ഞു പൊടിക്കൈയൊക്കെ ഞാൻ മുമ്പോട്ട് വരുന്ന ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നൃപ അധികം ഇന്ദ്രൻ എന്താണ്? നൃപേന്ദ്രൻ. എല്ലാവരും ആ ഉത്തരവല്ലേ കരുതിയതാ? സന്തോഷം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം 132/25 ചോദ്യം ഇങ്ങനെയാണ്. അന്തർഗതം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എന്താണ് കിട്ടുക? അന്തർഗതം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടും? അന്തർഗതം. നമുക്ക് അതിലൊരു കുഞ്ഞു കാര്യം, ഞാൻ ആ വാക്കൊന്ന് ആദ്യം എഴുതുന്നു. അന്തർഗതം അല്ലെ? ഇതാണ് വാക്ക്, അന്തർഗതം. ഇതാണ് വാക്ക്. എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക, സന്ധി ചെയ്യുന്നിടത്ത് വന്നിരിക്കുന്നത് ആണെന്ന് കരുതുക. ആ ഏറ്റവും മനോഹരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യം എന്ന് പറയുന്നത്, കട്ട് ചെയ്തിട്ട് വിസർഗ ചിഹ്നം കൊടുക്കണം. എന്ത് കൊടുക്കണം? വിസർഗം. അതായത് ഇങ്ങനെ നമ്മൾ കൊടുക്കത്തില്ല, ഇത് രണ്ടതാ. വിസർഗ ചിഹ്നം കൊടുക്കുക, തുടർന്ന് ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യരുത്. ഓക്കെ, അതിനെ വേറെ രീതിയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. അതായത് തന്നിരിക്കുന്ന പദം ഏതെന്ന് നോക്കുക, അതിനകത്ത് സന്ധി ചെയ്യുമ്പോൾ ഉള്ള പദം ആണ് എന്ന് കരുതുക. ആണ് ഉള്ളത് എങ്കിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് ഒരു പ്ലസ് കൊടുക്കുക. പ്ലസിന് മുമ്പ് വിസർഗം കൊടുക്കുക. അപ്പൊ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഞാൻ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കിയേ. അപ്പോ അന്ധ അധികം ഗതം എന്താണ്? അന്തർഗതം അല്ലെ? അന്ധ അധികം ഗതം എന്താണ്? അന്തർഗതം. അന്ധ ഉള്ളിലുള്ള അല്ലെ? ഉള്ളിലുള്ളത് എന്ന അർത്ഥത്തില. അന്ധ അധികം ഗതം അന്തർഗതം. സെറ്റ് അല്ലേ? നമ്മുടെ അന്ധഗതവുമുണ്ട്, അന്തസ്ഗതമുണ്ട്, അന്തർഗതമുണ്ട്. അതൊന്നും വേണ്ട, ഇതാണ് ഉത്തരം. അപ്പൊ ഈ ചോദ്യം വന്നത് 132/25. അടുത്ത ചോദ്യം 128/25. പൊൻ അധികം കുടം. ഇതാ നോക്കുക, കണ്ടോ? എന്റെ ചോദ്യങ്ങൾ പിന്നെയും വരുന്നത് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, മുൻ, പിൻ, പൊൻ, തൻ എന്നീ വാക്കുകൾ എന്ത് ചെയ്യണമെന്നുള്ളത് അല്ലെ? മുന്ന് മുല്ലാകുന്നു, പിന്നെ പില്ലാകുന്നു, പൊന്ന് പൊല്ലാകുന്നു, തന്നെ തല്ലാകുന്നു. സത്യത്തിൽ ഈ ഇന്നെന്ന് പറയുന്നത്, അതായത് എന്നിനെ ഞാൻ എന്താക്കാൻ പറഞ്ഞു? ഇന്നിനെ ഇല്ലാക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഇന്നിനെ ഇല്ലാക്കാനായിട്ടാ. ശ്രദ്ധിച്ചേ, ഇന്നിനെ ഞാൻ എന്താക്കാൻ പറഞ്ഞു? ഇല്ലാക്കാനായിട്ട് പറഞ്ഞു. കേട്ടോ? ഇല്ലാക്കാൻ. ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു? ഈ നാ സന്ധി ചെയ്യുമ്പോൾ എന്തായി മാറും? ലായാകുമെന്ന് പറഞ്ഞു. നാ സന്ധി ചെയ്യുമ്പോൾ എന്താകും? ലായാകുമെന്ന് പറഞ്ഞു. സത്യത്തിൽ അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചേ? ഈ നാ എന്ന് പറയുന്നതിന്റെ ചന്ദ്രക്കല ഇട്ട് കൊടുത്താൽ ഇന്നായി. ലായിന് ചന്ദ്രക്കല ഇട്ട് കഴിഞ്ഞാൽ ഇല്ലായി. അപ്പോ സത്യത്തിലല്ല, ഒന്ന് തന്നെയാണ്. അപ്പൊ ഒന്നുകൂടെ, മുൻ, പിൻ, പൊൻ, തൻ എന്നീ വാക്കുകൾ സന്ധി ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? മുന്ന് മുല്ലാകുന്നു, പിന്നെ പില്ലാകുന്നു, പൊന്ന് പൊല്ലാകുന്നു, തന്നെ തല്ലാകുന്നു. അപ്പൊ ഇവിടെ പൊന്നധികം കുടം ചേർത്തെഴുതുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നിയമം അനുസരിച്ച് പൊല്ലാവണം അല്ലെ? പൊന്നെന്താവണം? പൊല്ലാവണം. പൊല്ലാവണം. കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ നോക്കിയേ. ഓപ്ഷനില് അധികം കുടം ഉണ്ടോ നോക്കിയേ. പൊന്നധികം കുടം സന്ധി ചെയ്യുമ്പോൾ എന്താവണം? അപ്പൊ കുടം ഉണ്ടോ നോക്കിയേ. പൊൽക്കുടം. പൊൻകുടമുണ്ട്, പൊർക്കുടമുണ്ട്, പൊങ്കുടമുണ്ട്, വേണപ്പുണ്ട് പുൽക്കുടം. പുൽക്കുടം. ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം. സെറ്റല്ലേ? ഇതൊക്കെ ആദേശസന്ധികളാ. സെറ്റല്ലേ? അപ്പൊ നല്ല ചോദ്യമല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം, സത് അധികം ആചാരം എന്തായി മാറുന്നു? ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന ഒരു സാധനമാണത്, സത് അധികം ആചാരം അല്ലെ? ഇവിടെയും ശ്രദ്ധിച്ചിരിക്കുക. മക്കളെ, സന്ധി ചെയ്യുന്നിടത്ത് ദാ വന്നിട്ടുണ്ട് എന്ന് കരുതുക. ദാ. ഓക്കെ, അതായത് ചേർത്തെഴുതിയിരിക്കുന്നിടത്ത് ദാ ഉണ്ട്.
എങ്കിൽ ആ ദ ക്യാൻസൽ ചെയ്ത് ത് അധികം ആ ആക്കണം. ഇനി കൂടിച്ചേരാൻ നിൽക്കുന്ന ഭാഗത്ത് പ്ലസിന് മുമ്പ് ത് ആണുള്ളതെന്ന് കരുതുക. ത് ഈ ത് ഭൂരിഭാഗത്തും ഒന്നുകിൽ ദ് ആയി മാറും, അല്ലെങ്കിൽ ന് ആയി മാറും. ത് അല്ലെങ്കിൽ ദ് ആയി മാറും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വാക്കിൽ എപ്പോഴും ഓർക്കുക, ഇവിടെ തന്നിരിക്കുന്ന വാക്ക് ഏതാണ്? സത്ത് അധികം ആചാരമാണ്. സത് അധികം ആചാരം, അതായത് ത എന്തായി മാറണം? ദ് ആയി മാറണം. അപ്പോ സദ് അധികം ആചാരം എന്നാകും. ഇതിലെ ആ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് സദാചാരം എന്നായി മാറി. ഇപ്പൊ പിരിച്ചെഴുതാൻ എളുപ്പമാണ്. സദാചാരം എന്ന വാക്ക് ദായാണ് സന്ധിയിൽ വന്നിട്ടുള്ളെങ്കിൽ ദാ ക്യാൻസൽ ചെയ്തിട്ട് എന്താക്കണത്? ത് അധികം ആ എന്നാക്കിയാൽ മതി, അല്ലെ? അപ്പൊ ഇവിടെ ഉത്തരം സിമ്പിൾ ആണ്. ഇത് ഞാൻ പലപ്പോഴും പറയുന്ന ഒന്നാണ്. ഉത്തരം സിമ്പിൾ ആണ്. സത് അധികം ആചാരം, ഇതാണ് സദാചാരം. നല്ല ചോദ്യം അല്ലേ? നല്ല ചോദ്യം അല്ലേ? അടുത്ത ചോദ്യം 129/25 വന്ന ചോദ്യം. 119/25 119/25 ദ്വിത്വസന്ധിക്ക് ഉദാഹരണമല്ലാത്തവ ഏത് എന്നാണ്. ദ്വിത്വസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് അത് അധികം അല്ലയാണ്. അതല്ല, അതല്ല, അല്ലെ? ലോപസന്ധി പദമാണ്. കാരണം ഇതിലെ എന്ത് ലോപിച്ചു പോകുന്നു? സമൃദ്ധോകാരമായ ലോപിച്ചു പോകുന്നു. ഓക്കെ, ഇനി മഴു അധികം ഇല്ല. മഴു അധികം ഇല്ല, അതാണ് മഴു എന്നാണ് പറഞ്ഞത്. എഴുതിയത് മുഴുവനായിപ്പോ അല്ലെ? ഓക്കെ, ശരി, ക്യാൻസൽ ചെയ്യാം. ഓക്കെ, മഴു അധികം ഇല്ല. നോക്കിയേ, മഴു അധികം ഇല്ല ചേർത്ത് എഴുതുമ്പോൾ മഴുവില്ല. മഴുവില്ല. ഞാൻ പറഞ്ഞു വായോ യായോ നായോ ഒക്കെ വരും, അല്ലെ? ഈ വായി യായി നായി വരുന്നത് ആഗമത്തിലാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ വാ എന്ന ശബ്ദം പുതുതായി വന്നു ചേർന്നതാണ് ആഗമ സന്ധി. ഇനി 800, എൺ അധികം 100. എൺ അധികം 100 ആണ് എന്തായി മാറുന്നത്? 800 ആയി മാറുന്നത്. 800, 800, അല്ലെ? 800 അല്ലെങ്കിൽ 800. ഓക്കെ, അതായത് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന നഗാരം പോയി, നാ വരുന്നു. നാ പോയി, നാ വരുന്നു. അതാ സംഭവിച്ചത്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് സംഭവിച്ചു അവിടെ? ഒരു വർണ്ണം പുതുതായി വന്നു ചേരുകയും ഒന്ന് പോവുകയും ചെയ്തു. അപ്പൊ അത് ആദേശമാണ്. ആദേശം, ആദേശം, അല്ലെ? അപ്പൊ ഇവിടെ ഒന്ന് ലോപമാണ്. ലോപം. മഴുവില്ല, ആഗമം. ഇനി 800 ആദേശം, ആദേശം. അപ്പോ മൂന്നും തെറ്റാണ്. മൂന്നും ദ്വിത്വസന്ധിക്ക് ഉദാഹരണമല്ല. ഇവയൊന്നും അല്ല. ഇതാണ് ശരി. നല്ല ചോദ്യം അല്ലേ? സെറ്റ് ചോദ്യം അല്ലേ? പെട്ടെന്ന് 800 ഒക്കെ കാണുമ്പോൾ ഇരട്ടിച്ച് കിടക്കുകയല്ലേ സർ, അപ്പൊ അത് ഇത്തരത്തിൽ ദ്വിത്വസന്ധി അല്ലേ എന്ന് ചോദിക്കും. അല്ല, അതിനാ ഞാനിത് പറഞ്ഞു വന്നത്. സെറ്റായി. എങ്കിൽ അടുത്ത ചോദ്യം 32/25 ചോദ്യം. 32/25 വിണ്ണധികം തലം എന്ന പദം എന്താകുമെന്നുള്ളത്. വിണ്ണധികം തലം വിണ്ടലമാകും. വിണ്ണധികം തലം വിണ്ടലമാകും. മക്കൾ, അവിടെ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു തരാനുള്ളതാ. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇണ്ടയാണ് ഉള്ളത് എങ്കിൽ, സന്ധിയിൽ ഇണ്ടയുണ്ടെങ്കിൽ അത് ഇൻ തായാണ് എന്നുള്ളത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇന്നധികം താ എന്തായി മാറും? ഇണ്ടായി മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെക്കാം. ഇത് നോക്കി, അത് ഞാൻ നേരത്തെ മുമ്പ് നിങ്ങളോട് പറഞ്ഞതായിരുന്നു, അല്ലെ? ഇതാ ഇവിടെ കണ്ടു എന്ന വാക്കിൽ വന്ന സമയത്ത് ഞാനത് പറഞ്ഞതാ, അല്ലെ? എല്ലാം സെയിം റൂൾസ് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കിയേ, അവിടെ ഇണ്ട വരുന്ന ശബ്ദം ഏതുണ്ടെന്ന് നോക്കാം. അല്ല, വിണ്ണധികം തലം, അല്ലെ? ഓൾറെഡി വിണ്ടൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഒന്നുണ്ടായിരുന്നു, അത് പോയിട്ടാണ് അവിടെ മറ്റൊന്ന് വരുന്നത്. കാരണം ഇവിടെ ഇൻ അധികം തായായിരുന്നെങ്കിൽ ഇത് ഇന്നധികം ഡായാണ്. ഇപ്പൊ ഒന്ന് പോയി മറ്റൊന്ന് വന്നു, ആദേശസന്ധി. ഒന്ന് പോയി മറ്റൊന്ന് വന്നു, ആദേശസന്ധി. കണ്ടോ? സന്ധി ഇല്ല എന്ന് പറഞ്ഞവരുടെ ഇടയിൽ എത്രയോ ചോദ്യങ്ങൾ സന്ധി ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം 53/25. 53/25 ഇവിടെയും ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ചോദ്യം. പച്ച അധികം കുതിര, പച്ചക്കുതിര. ഇരട്ടിച്ചു ദ്വിത്വസന്ധി. വിണ്ണധികം തലം. സത്യത്തിൽ അത് തന്നെയല്ലായിരുന്നു ഇവിടത്തെ ചോദ്യം. അത് ആദേശസന്ധി എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ. സോ അത് കറക്റ്റ് ആണ്. അത് ആദേശമാണ്. ഓക്കെ, ഇനി പന അധികം ഓല, പനയോല. യാ വരുന്നു, ആഗമസന്ധി. കേട്ടു അധികം ഇല്ല, കേട്ടില്ല. ഉകാരം ലോപിച്ചു, ലോപസന്ധി. സത്യത്തിൽ എല്ലാ സന്ധിയിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഏറ്റവും രസം, ഇതെല്ലാം PS സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ്. അപ്പൊ ഇവിടെ ഉത്തരമായി വരുന്ന ഏതാണ്? വിണ്ണധികം തലം, വിണ്ടലം എന്ന പദമാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ തവണ PSC ആദേശത്തിനകത്ത് ചോദിക്കുന്നത് ഈ പറഞ്ഞ വിണ്ടലം എന്ന പദമാണ്.
ഇനി ഇത് 22/24 ഒരു ചോദ്യമാണ്. ഇതേപോലെ ആദേശസന്ധിക്ക് ഉദാഹരണമായി ചോദിച്ചൊരു ചോദ്യം ഞാൻ കൊടുത്തതാണ്. അപ്പൊ അത് മറ്റൊന്നും തോന്നണ്ട, അത് 24 ചോദ്യം എന്റെ ഇടയിൽ പറയുന്നു വിചാരിക്കണ്ട. ഞാൻ ഇതേപോലെ ചോദിച്ച കുട്ടികളെ കുഴപ്പിച്ചൊരു ചോദ്യമായിരുന്നു. കണ്ണീർ, വിണ്ണാർ, തണ്ണീർ, വെണ്ണീർ എന്നിവയിൽ ഏതാണ് ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത്? കണ്ണീർ എന്ന പദം കൺ അധികം നീറാണ് കണ്ണീർ. അതായത് ഒന്ന് പോയി മറ്റൊന്ന് വരുന്നു. ഇത് ആദേശം തന്നെയാണ്, കറക്റ്റ് ആണ്, ആദേശം. ഓക്കെ അല്ലെ? വിണ്ണാർ എന്ന പദം വിൺ അധികം ആറാണ്. വിൺ അധികം ആർ അല്ലെങ്കിൽ വിണ്ണ് അധികം ആറ്. അതായത് ഇവിടെ നഗാരം എന്ത് ചെയ്തു? ഇരട്ടിക്കുന്നു. ഇത് ദ്വിത്വസന്ധി. നഗാരം ഇരട്ടിക്കും, ദ്വിത്വസന്ധി. തണ്ണീർ എന്ന പദം തണ്ണീർ തൺ അധികം നീർ നീർ തണ്ണീർ, അതും ആദേശമാണ്. തന്നധികം നീർ, ആദേശം അല്ലെ? ഇനി വെണ്ണീർ വെണ്ണീർ വെൺ അധികം നീർ നീർ, ഇതും ആദേശം. ആക്ച്വലി ആദേശം സന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് വിണ്ണാറ് മാത്രമാണ്. സെറ്റ് ചോദ്യം അല്ലേ? ഈ രണ്ട് ചോദ്യവും പെട്ടെന്നൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ചോദ്യം നോക്കിയേ. ഇതും ഈ വർഷം ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ചെം അധികം താര് ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും? ചെം അധികം താര് ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും? അത് ചെന്താരാണ്. ചോദ്യം സന്ധിയേത് എന്നാണ്. സന്ധിയേത് കണ്ടോ? ഇതും ആദേശസന്ധി, ഇതും ആദേശസന്ധി. ഇവിടെ എന്ത് കിട്ടും നോക്കാം. ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? അമ്മ എന്ന ശബ്ദം പോയിട്ട് നാ വന്നു. അതായത് ശ്രദ്ധിച്ചേ, എന്താണ് സംഭവിച്ചതെന്നൂടെ പറഞ്ഞുതരാം. അതായത് എന്ത് ചെയ്തു? ഇന്ത എന്ന പദം അധികം തായാണ് ഇന്ത. ഇന്ത കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ ചില വാക്കുകൾ പറയില്ലേ, ഇങ്ക, ഇഞ്ച, ഇന്റയല്ല ഇഞ്ചയാണ്. ഒരു സെക്കൻഡ്. ഇങ്ക, ഇഞ്ച. ഞാനിത് മുമ്പൊരിക്കൽ നമ്മുടെ ആഗമസന്ധിയുടെ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ച, ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇന്ത, ഇമ്പ, ഈ വാക്കുകൾ, ഇവ രൂപം കൊള്ളുന്നത് ങ് അധികം കായാണ് ഇങ്ക, ഞ് അധികം ചായാണ് ഇഞ്ച, ന് അധികം ഡായാണ് ഇണ്ട, ന് അധികം തായാണ് ഇന്ത, മ് അധികം പായാണ് ഇമ്പ. ഓക്കെ അല്ലെ? ഇവ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ വന്നു കഴിഞ്ഞാൽ അത് ആഗമസന്ധിയ. അല്ലാതെ ഇങ്ങധികം അല്ലെ, അമ്മധികം താ വരുമ്പോഴും ഇങ്കയാകും, അമ്മധികം ഞ് വരുമ്പോഴും അത് ഇഞ്ചയാകും, അമ്മധികം ഡ വരുമ്പോഴും അത് ഇണ്ടയാകും. അല്ലെങ്കിൽ അമ്മധികം ഡ വേണ്ട, ഡ എന്നായാലും മതി. ഡ, ഒരു സെക്കൻഡ്. ഓക്കെ, ഡ. ഓക്കെ, ഇനി അതേപോലെ തന്നെ അമ്മധികം താ വന്നു കഴിഞ്ഞാൽ എന്തയാകും? ആയി മാറുന്നു നോക്കിയാൽ മതി. അമ്മധികം ത ഉമ്പയായി മാറും. അപ്പൊ ഇവിടെ ഇതാണ് സംഭവിച്ചത്. ഇവിടെ അമ്മധികം ത എന്തായി? ഇന്ദയായി മാറി. അതായത് എന്ത് ചെയ്തു? ഇവിടെ അമ്മുണ്ടായിരുന്നു, അമ്മ പോയിട്ട് ന് വരുന്നു. അമ്മ പോയി ന് വന്നു, അല്ലെങ്കിൽ ഞാ വന്നു. ഒന്ന് പോയി മറ്റൊന്ന് വന്നു എന്ന് പറയുന്ന സമയത്ത് സന്ധി ഏതാ? സ്വാഭാവികം ആദേശസന്ധി. ഇതെല്ലാം ആദേശമാണ്, ഇതെല്ലാം ആദേശം. ഓക്കെ, അടുത്ത ചോദ്യം 122/25 ചോദ്യമാണ്. അവൻ. ഈ വർഷവും ഒരു മാറ്റവും ഇല്ലാതെ റെക്കോർഡ് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യം. ഒരുപക്ഷെ PSC ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ചോദ്യങ്ങളൊന്ന്. അവൻ. ഇവിടെ ചോദ്യം 122/25 വന്നിട്ടുണ്ട്. സെയിം ചോദ്യം 53/25 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ക്വസ്റ്റ്യൻ കോഡ് മാർക്ക് ചെയ്തിട്ടില്ല അല്ലെ? അതേപോലെ തന്നെ സെയിം ചോദ്യം വന്നിട്ടുണ്ട്. അവൻ. ഈ അവൻ എന്ന പദം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൻ എന്ന ശബ്ദം എടുക്കുക. വായാണ് വന്നിട്ടുള്ളത്. സോ വാ ക്യാൻസൽ ചെയ്തു, പ്ലസ് കൊടുത്തു. വാ തീരുമ്പോ കേൾക്കുന്ന ശബ്ദം ഏതാ? ആധികം അൻ. ദേ കിടപ്പുണ്ട്, ആധികം അൻ. ഓപ്ഷൻ ഡി അല്ലെ? ഇവിടെ അവൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതുന്ന അവൻ. ഇവിടെ ഈ സെയിം ആധികം അൻ അല്ലെ? സെയിം. അപ്പൊ നോക്കിയേ, PSC ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന വാക്ക് അല്ലെ? അപ്പൊ മസ്റ്റ് ആണ്, ഓർത്തു വെക്കുക. നല്ല ചോദ്യമാണ് അല്ലെ? ഇനി 79/25 വന്ന മറ്റൊരു ചോദ്യം. 79/25 ആധികം ഇടം. ഞാനത് നമ്മുടെ ക്ലാസ്സിനകത്ത് ഇടയ്ക്കൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അധികം ഞാൻ ദീർഘിക്കുന്നില്ല. അപ്പൊ നമുക്കറിയാം വാ, യാ, ന ഇവരായിരിക്കും, ഇതിലെങ്കിലും ഒന്നായിരിക്കും വരിക. ഇവിടെ ഞാൻ വാ കൊടുക്കുന്നു, വാ. ഇനി ഈയുടെ ചിഹ്നം ഏതാ? ഈ. ഇടം, അവിടം. കണ്ടോ? ദേ കിടപ്പുണ്ട്, അവിടം. സെറ്റ് അല്ലേ? ഇനി നോക്കിയേ, നമ്മൾ ഈ ചോദ്യത്തിലേക്ക് കേട്ടു.
ഈ കേട്ടു എന്ന പദം പിരിച്ചെഴുതുന്ന സമയത്ത് താഴെ ഇത് പിരിക്കേണ്ടത് കേൾ അധികം തു എന്നാണ്. കേൾ അധികം തു, കേൾ അധികം തു. ഇത് ഓർത്തു വെക്കുക. ഇത് പലയിടത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. കേട്ടു, കേൾ അധികം തു. അപ്പൊ ഇവിടെ അതാണ് ചോദ്യം. കേൾ അധികം തു, കേൾ അധികം ഡു ഒന്നുമല്ല, കെ അധികം ഇട്ടു അല്ല, കേട്ടു. ഇതാണ് വാക്ക്. ഇതും ഏത് സന്ധിയാണ്? ആദേശ സന്ധി. ഒന്ന് പോയി മറ്റൊന്ന് വരുന്നു. ഇള്ള് പോയി ഡാ വരുന്നു. കേട്ടു. ഓക്കെ, സോറി, ഇള്ളം മാറുന്നുണ്ട്, തായും മാറുന്നുണ്ട്. ഇള്ളം തായും ഒക്കെ മാറുന്നുണ്ട്. അപ്പൊ കേൾ അധികം തു ആണ് കേട്ടു. ഓക്കെ, മഹോന്നതം എന്ന പദം. ഈ ചോദ്യം 54/25 ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമുക്ക് ഫോളോ ചെയ്താലും കിട്ടും. ഇല്ലെങ്കിൽ ഞാ വരുമ്പോ സമയത്ത് അത് തായാകും എന്ന് ഓർത്തു വെച്ചാലും മതി. മഹത് അധികം ഉന്നതം, മഹോന്നതം. മഹത് അധികം ഉന്നതം, മഹോന്നതം. അപ്പൊ നിങ്ങൾ ചോദിക്കുക, സാർ മഹാ വിസർഗം കഴിഞ്ഞു കൊടുത്താലോ? ഇല്ല, വരില്ല. മഹോ വരുമോ? ഇല്ല. മഹാ വരുമോ? ഇല്ല. മഹത് അധികം ഉന്നതം, മഹത് ഉന്നതം, മഹതുന്നതം എന്ന് വരേണ്ട സാധനമാണ് മഹോന്നതമായി മാറുന്നതാ. ഓക്കെ, ഇനി നോക്കിയേ, വിലക്കി അധികം ഇല്ല, വിലക്കി അധികം ഇല്ല. ഇവിടെ എന്ത് ചെയ്യണം? യാ കടന്നു വരണം, ഇതിൽ ചേർത്ത് വിലക്കിയില്ല എന്ന് പറഞ്ഞണം. കിടപ്പുണ്ട്, വിലക്കിയില്ല, വിലക്കിയില്ല വന്നത് 54/25 ആഗമസന്ധി ചോദ്യം. വിലക്കിയില്ല. ഇനി ഇവിടെ നോക്കിയേ, വെണ്മ എന്ന പദം. വെണ്മ, വെണ്മ ഇത് എത്രയോ തവണ PSC ചോദിച്ചതാണ് അല്ലെ? ഈ എപ്പോഴും ഓർക്കുക, ഇൺമ എന്ന പദം അല്ലെ? ഇൺമ എന്ന് പറയുന്ന മായാണ്. ഈ സന്ധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് ല കൊടുക്കണം, അല്ലെങ്കിൽ ള് കൊടുക്കണം. വന്നാൽ ള് കൊടുക്കുക. നീ എന്നാണ് വരുന്നതെങ്കിൽ ള് ഈ കൊടുക്കാം നമുക്ക് അല്ലെ? അപ്പൊ ഇവിടെ നോക്കാം, അധികം മ. നോക്കിയേ, വെണ്മ ഇങ്ങനെയല്ലേ വാക്ക? നായ ക്യാൻസൽ ചെയ്ത് അവിടെ ള് കൊടുക്കണം. ള്, അപ്പൊ ള് എന്നുള്ളത് എന്തായി മാറി? വെള്ള് അധികം മായും ഉണ്ട്, വെള്ളധികം മായും ഉണ്ട്. ഇവിടെ വെൾ അധികം മാ വേണം കൊടുക്കാൻ. വെൾ അധികം മാ, വെള് അധികം മാ എന്നതിനുപരി വെൾ അധികം മ, വെണ്മ. വെൾ അധികം മ, വെണ്മ. ഓക്കെ അല്ലേ? ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ഉത്തരം. ഇതായിരുന്നു PSCന്റെ ഉത്തരം. വെൺ അധികം മ, വെണ്മ. ഓക്കെ അല്ലേ? വെണ്ണല്ല, വെൾ അധികം മ, വെണ്മ. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മുമ്പോട്ട് പോകുന്നു. ചോദ്യം, മഹത് അധികം ചരിതം. മഹത് അധികം ചരിതം 109/25. മഹത് അധികം ചരിതം. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, സന്ധി ചെയ്യുമ്പോൾ തീം ചായും ഒരുമിച്ച് വരുന്നു. തീം ചായും എങ്കിൽ എപ്പോഴും ഓർക്കുക, അത് ഇരട്ടിച്ച ചായയായി മാറും. ഇച്ഛ. ഇതിന് ഉദാഹരണമാണ് ചലത് അധികം ചിത്രം എന്ന പദത്തിൽ തായും ചായ ഒരുമിച്ച് വന്നു, ഇരട്ടിച്ച ചായയായി അല്ലെ? ചലച്ചിത്രമായി മാറി, ചലച്ചിത്രമായി മാറിയത്. അപ്പൊ ഇവിടെയും തായും ചായും ഒരുമിച്ച് വരുന്നു. സോ ഇരട്ടിച്ച ചാ നോക്കണം. ഇരട്ടിച്ച ചായ എവിടെ? ഇവിടെ മാത്രമേ ഉള്ളൂ. മഹച്ചരിതം, മഹച്ചരിതം. നല്ല ചോദ്യം അല്ലേ? ഇനി ദിഗ്മുഖം എന്ന പദം. ഇതും 2/109 ചോദ്യമാണ്. ദിഗ്മുഖം, ദിഗ്മുഖം. അതായത് ആണ് സന്ധിയിലുള്ളത് എങ്കിൽ ന് പകരം അവിടെ വരേണ്ടത് ക്ക് ആണ്. കട്ട് ചെയ്ത് എന്ത് കൊടുക്കണം? ക്ക് കൊടുക്കണം. അതായത് മുഖം എന്ന പദം സന്ധി ചെയ്യുന്ന സമയത്ത് അതിലെ ക്യാൻസൽ ചെയ്യുക, പരവർണമായ ക്ക് കൊടുക്കുക, പ്ലസ് ഇടുക. ദിക് അധികം മുഖം, ദിക് അധികം മുഖം. ഇനി ഇവിടെയൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, ഇതൊക്കെ വളരെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ നമ്മുടെ മുന്നത്തെ ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. സന്ധിയുടെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി. അടുത്ത ചോദ്യം വന്നത് 97/25. 97/25. പരോപകാരം. പരോപകാരം, പരോ ഉപകാരമാണോ, പര ഉപകാരമാണോ, പരന് ഉപകാരമാണോ, പരൻ ഉപകാരം? ഒരു സംശയം വേണ്ട. പര അധിക ഉപകാരം, പരോപകാരം. പര അധിക ഉപകാരം, പരോപകാരം. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം 102/25 വന്ന ചോദ്യം. ഇവിടെയും കറക്റ്റ് നേരത്തെ കേട്ടു വരെ വന്നിട്ടുണ്ട്. ഇവിടെയും നോക്കിയ പിരിച്ചെഴുതിയാൽ ശരി ഏതാ? നമുക്കറിയാം, കേൾ അധികം തു ആണ് കേട്ടു. കേട്ടു ഓൾറെഡി നമ്മൾ പഠിച്ചു. സോ തെറ്റ. ഓക്കെ അല്ലേ? ഇനി കൽ അധികം മതമാണ് കന്മതം. കന്മതം, അല്ലെങ്കിൽ കല് അധികം മതം, കന്മതം. ഒരു ലാ ഇട്ടാലും മതി. ഓക്കെ, ഇവിടെ പക്ഷെ ഇല്ലാണ് കൊടുത്തത്. ഇല്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റ. ഇനി ധനം, ധനം അധികം ഏ ആണ് ധനത്തെ. ധനത്തെ, ധനത്തെ. ഇന്നലെ എന്നോടൊരു കുട്ടി ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ താ വരുന്നത് എന്നുള്ളത് അല്ലെ? താ വരുന്നത് എങ്ങനെയെന്നുള്ളത്. ഈ താ എന്ന് പറയുന്നത് എന്താണ്? ഇടനിലയാണ്. താ എന്ന് പറയുന്നത് ഇടനിലയാണ്. ഓക്കെ, അത് എന്തിനു ശബ്ദം? അമ്മും
ഒരു ഒരു സ്വരവും വന്നു കഴിഞ്ഞാൽ ഇത്ത എന്ന ഇരട്ടി ഇടനില വരും. അങ്ങനെയാണ് ധനത്തെ എന്നായി മാറുന്നത്. ധനമധികമേ ധനത്തെ, പ്രതിഗ്രാഹ്യ വിഭക്തിയാണ് എ. ഓക്കെ, അപ്പോ അതും അല്ല, അതും എന്തല്ല, ശരിയല്ല അല്ലെ. കണ്ണധികം നീർ കണ്ണീർ, ശരി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കണ്ണധികം നീർ കണ്ണീർ, അതാണ് ശരി. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി. സെറ്റ് അല്ലേ മക്കളെ? നല്ല ചോദ്യമല്ലേ മക്കളൊന്ന് പഠിച്ചോണേ സ്കിപ്പ് ചെയ്യല്ലേ. എങ്കിൽ അടുത്ത ചോദ്യം 92/25 വന്ന ചോദ്യം ജഗത് മനസ അല്ലെ, ജഗൻ മനസ. ഓക്കെ, ജഗൻ മനസ. ഞാൻ ഓൾറെഡി പറഞ്ഞു നാ വരുന്ന രണ്ട് കേസിലായിരിക്കും. ഒന്നുകിൽ അത് ത് അല്ലെങ്കിൽ ത് അധികം ആയാകും, അല്ലെങ്കിൽ നാ വന്നു കഴിഞ്ഞാൽ ല് അധികം ആയാകും. ഓക്കെ, ഇവിടെ ന് മാത്രമേ ഉള്ളൂ, ന്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ കട്ട് ചെയ്ത് ല് കൊടുക്കണം, ഓർ ത് കൊടുക്കണം. അപ്പൊ ഇവിടെ ഏത് കൊടുക്കാം? നമുക്ക് ക്യാൻസൽ ചെയ്യുന്നു, ത് കൊടുക്കുന്നു. ജഗത് അധികം മനസ്. അവിടെ ഒരു നാ ഉണ്ട്. ജഗത് അധികം മനസ, ജഗത് മനസ, ഇതാണ് ശരി. ജഗത് അധികം മനസ്, ജഗൻ മനസ. ഓക്കെ അല്ലെ? ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം റൂളുകൾ തന്നെയാണ്. ഇനി 65/25 സമൃദ്ധി എന്ന പദം എങ്ങനെ പിരിക്കുമെന്നുള്ളതാണ്. സമൃദ്ധി, സത്യത്തിൽ സമൃദ്ധി എന്ന് പറയുന്നത് സം അധികം വൃദ്ധിയാണ്. സ അധികം വൃദ്ധി അല്ല, വൃദ്ധി. ഈ വൃദ്ധി എന്നത് പൂർണ്ണത അല്ലെങ്കിൽ ഉയർച്ച എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കും. വൃദ്ധിയുടെ വിപരീതമാണ് ക്ഷയം, ക്ഷയിക്കുക, നശിക്കുക അല്ലെ. സം അധികം വൃദ്ധി, സമൃദ്ധി. ഇനി താക്കോൽ 2025 56/2025 ചോദിച്ച ഏറ്റവും രസമുള്ള ചോദ്യം, കുട്ടികൾ പലരും തെറ്റിച്ച ചോദ്യം. താ അധികം കോൽ എഴുതിയവരുണ്ട് അല്ലെ. അല്ല, ശരിയായ ഉത്തരം താഴ് അധികം കോൽ, താക്കോൽ. താഴ് കൊണ്ട് തുറക്കുന്ന താക്കോൽ, അല്ലെങ്കിൽ താഴിലേക്കുള്ള കോൽ, താക്കോൽ, താഴ് കോൽ, താക്കോൽ. ഓക്കെ, ഇനി 56/25 തന്നെ മറ്റൊരു ചോദ്യം. പ്ര അധികം മാനം എങ്ങനെ എങ്ങനെ ചേർത്തെഴുതുന്നുള്ള അന്ന് ഒരുപാട് ചർച്ചയും ഒരുപാട് സംസാരമൊക്കെ ഉണ്ടായിരുന്നതാണ്. പ്രമാണം വരുമോ, പ്രമാണം വരുമോ എന്നൊക്കെ അല്ലെ. സത്യത്തിൽ ഇവിടെ PSCയുടെ ഉത്തരം അത് പ്രമാണമാണ്. പ്രമാണം അത് തന്നെ പഠിച്ചിരിക്കുക. പ്രാധികം മാനം, പ്രമാണം. ഇനി ചിതാകാശം, ഞാൻ ഓൾറെഡി നേരത്തെ സദാചാരം പറഞ്ഞപ്പോ പറഞ്ഞ അതേ കാര്യം, സദാചാരം അല്ലെ. അപ്പൊ സദാചാരം എന്ന വാക്ക് വരുന്ന സമയത്ത് ദാ ക്യാൻസൽ ചെയ്തു, ത് ഇട്ടു, ചിഹ്ന ആയാണ് അങ്ങ് കൊടുത്തു. ആ സെയിം സാധനം ഇവിടെ കൊടുക്കാം. ചിതാകാശം അല്ലെ. നോക്കിയേ, ചിതാകാശം എന്നാണ്. ചിതാകാശം. ദാ ക്യാൻസൽ ചെയ്യുന്നു, എന്നിട്ട് ത് ഇട്ടു, പിന്നെ ചിഹ്ന ആയാണ്. ചിത് അധികം ആകാശം, ചിതാകാശം. അപ്പൊ അതെവിടെയാണ് ഓപ്ഷനിൽ ഉള്ളത് നോക്കുക. ചിത്തധികം ആകാശം, ചിത് അധികം ആകാശം. ദേ കിടപ്പുണ്ട്, ശരി ഉത്തരം. ഓക്കെ അല്ലെ. ഇനി 120/25 120/2025 നമ്മൾ എപ്പോഴും ഓർത്തു വെക്കുക. സന്ധി ചെയ്യുന്ന സമയത്ത് തിരു എന്ന പദത്തിന് ശേഷം ഒരു ഖരവർണം വരുന്നുവെങ്കിൽ തിരു എന്തായി മാറും? തൃ ആയി മാറും. ഓക്കെ അല്ലെ. അപ്പൊ തിരു തൃ ആകുന്നു. ഇനി തിരു തൃ ആയിട്ടുള്ള എവിടെയാണ്? ഇവിടെയാണ്. തിരു അധികം പാദം, തൃപ്പാദം. തൃപാദം എന്ന് വരില്ല, അതുകൊണ്ട് തന്നെ ഇത് തെറ്റാ അല്ലെ. ഇതാണ് ശരി, തൃപ്പാദം. അത് ഒരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. തിരു അധികം കൈ എന്ന പദം, അത് പിരിച്ചെഴുതുമ്പോ എങ്ങനെയാ? തൃക്കൈ എന്നാ കിട്ടുക. തൃക്കൈ, കണ്ടോ? തൃക്കൈ, തൃക്കൈ. ഇത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലെ. പിന്നെ അടുത്ത ചോദ്യം 119/25 വാഗ്വാദം എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുക? വാക്ക് അധികം വാദമാണോ, വാക്ക് അധികം വാദമാണോ, വാക്ക് അധികം വാദമാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ സന്ധി ചെയ്യുന്ന സമയത്ത് ഗ ക്യാൻസൽ ചെയ്യുക, അവിടെ ഒരു പ്ലസ് കൊടുക്കണം. പ്ലസിന് മുമ്പ് ക്കും ശേഷം ആയും കൊടുക്കണം. അപ്പൊ ഗ വന്നാൽ ക് പ്ലസ് ആ വരും. ഗ വന്നാൽ ക് പ്ലസ് ആ വരും. ഗി വന്നാൽ ക് പ്ലസ് ഇ വരും. ഗു വന്നാൽ ക് പ്ലസ് ഉ വരും. അപ്പൊ ഗ മാത്രമേ വരുന്നുള്ളെങ്കിൽ ക്യാൻസൽ ചെയ്യുക, ക് പ്ലസ് മാത്രം കൊടുക്കുക. ഇവിടെ വാഗ്വാദമാണ്, ഗ ആണ് ശബ്ദം അല്ലെ. ഗ വായുമായിട്ടാണ് പിരിയേണ്ടത്. ഗ പ. നോക്കിയേ, ഗ. അതായത് വാഗ്വാദം എന്ന പദം എന്തായി മാറണം? ആദ്യം ഗായി മാറും. ഗന് പകരം ക ആണ് അവിടെ വരേണ്ടത്. സോ താഴെപ്പുണ്ട് വാക്ക് അധികം വാദം, വാഗ്വാദം. ഇക്ക വരില്ല കേട്ടോ, അതാ എന്റെ പോയിന്റ്. ഇതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയാൽ മതി ക്ലാസ്. വാക്ക് അധികം വാദം, വാഗ്വാദം. അടുത്ത ചോദ്യം നോക്കിയേ. PSC ഏറ്റവും കൂടുതൽ തവണ കുട്ടികളെ കൺഫ്യൂഷൻ എടുപ്പിച്ചിട്ടുള്ള ചോദ്യമാണ് നെന്മണി. നെന്മണി, നെന്മണി എങ്ങനെയാണ് സന്ധി ചെയ്യുക? നെന്മണി. ഇത് നോക്കിയേ, നെന്മണി, ഇതല്ലേ വാക്ക് നെന്മണി. ഞാൻ നേരത്തെ പറഞ്ഞു ന് വന്നാൽ ന് ല് ആകും എന്നുള്ളത്.
അല്ലെങ്കിൽ ന് വന്നാൽ ത് ആകും. ഇവിടെ ത് വേണ്ട, ല് മതി. സോ ഇത് ന് അധികം മായാണ്, ന് അധികം മായാണ് ന്മ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ന് അല്ലേ ഉള്ളത്, നെ ക്യാൻസൽ ചെയ്ത് പകരം എന്ത് കൊടുക്കണം, ല് കൊടുക്കണം. ല് പ്ലസ് ഇട്ടു. നെല് അധികം മണി, നെല് അധികം മണി. കണ്ടോ, നെല് അധികം മണി. സിമ്പിൾ അല്ലേ? നെല് അധികം മണി, നെന്മണി. ഒരുപാട് തവണ കുട്ടികളോട് PS ചോദിച്ച PS ഉത്തരം തെറ്റിച്ച് PSയും കൊടുത്തിട്ടുള്ളതാ. നെല്ലും കൊടുക്കും അല്ലെ? അപ്പൊ ഏറ്റവും ലാസ്റ്റ് ലീ കൊടുത്തു, അതുകൊണ്ട് ലീ തന്നെ നിങ്ങളും പഠിച്ചു വെക്കുക. നെല് അധികം മണി. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം, ച അധികം ഉന്നു. സത്യത്തിൽ ചാധികം ഉന്നു നമ്മളെ റൂൾ അനുസരിച്ച് വാ വരണം, വാ. പക്ഷെ ഇവിടെ പകരം മറ്റൊരു ശബ്ദം വരും, ത, ചാകുന്നു. ഇതും ആഗമം തന്നെയാണ്. ചാധികം ഉന്നു, ചാകുന്നു. കാ വന്നു ചേരും. ചാധികം ഉന്നു, ചാകുന്നു. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, 2025 PS ചോദിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ എല്ലാ സന്ധി പദങ്ങളും, പ്രത്യേകിച്ച് പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തിലുള്ള ഒരുപ്പെട്ട എല്ലാ വാക്കുകളും നമുക്ക് പറയാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ക്ലാസ് പൂർണ്ണമായും കാണുക. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്തേക്കാം. വരുന്ന ദിവസങ്ങൾ നമ്മൾ ഇത്തരത്തിൽ PYQ സീരീസ് ചെയ്യുന്നതാണ്. അപ്പൊ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തേക്കാം. ഉറപ്പായിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങൾ അത് പരിഗണിക്കുന്നതാണ്. അപ്പോൾ നന്നായി പഠിക്കുക. ഈ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞ റൂളുകളും ഒക്കെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. 2026 നിങ്ങളുടെ വർഷമായിരിക്കട്ടെ. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കകത്തുനിന്ന് ഇനിയും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യും, ഈ വർഷവും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അതിൽ ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.